നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആരവങ്ങൾക്കും നിശബ്ദ പ്രചാരണങ്ങൾക്കും ഒടുവിൽ ജനം വിധിയെഴുത്തിനായി പോളിംഗ് ബൂത്തിലേക്ക്. വിജയപ്രതീക്ഷയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. അവസാന വോട്ടും ഉറപ്പിക്കാൻ ഓടി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും. വികസനം ആഗ്രഹിക്കുന്ന ജനം തന്നെ പിന്തുണയ്ക്കുമെന്ന് താനൂരിലെ ഇടത് സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ. വിജയം ഉറപ്പാണെന്നും ജനങ്ങളുടെ സ്വീകാര്യത അതാണ് തെളിയിക്കുന്നതെന്നും UDF സ്ഥാനാർത്ഥി PK ഫിറോസ്. NDA ഇത്തവണ നില കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും K നാരായണ മാസ്റ്റർ. കാളംതിരുത്തി ബദൽ വിദ്യാലയം അടച്ചുപൂട്ടാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടു. 10 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന അധ്യാപകരെ സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവിലാണ് ബദൽ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. ഫിറോസ് കുന്നംപറമ്പിലിനെ വധിക്കുമെന്ന ഫോണിൽ ഭീഷണി സന്ദേശം. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് UDF തവനൂർ മണ്ഡലം കമ്മിറ്റി. ഭീഷണി മുഴക്കിയത് കാസർഗോഡ് മധൂർ സ്വദേശി ഹൈദർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ആശങ്കയേറ്റി വീണ്ടും ഉയർന്ന കോവിഡ് കണക്കുകൾ. 2357 പുതിയ രോഗികൾ. 24 മണിക്കൂറിനിടെ 40,191 സാമ്പിളുകൾ പരിശോധിച്ചു. 1866 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ 193 പേർക്ക് രോഗം. 208 പേർക്ക് രോഗമുക്തി. വിശദമായ വാർത്തകളിലേക്ക്. ആരവങ്ങളൊടുങ്ങി, നിശബ്ദ പ്രചരണവും കൊടിയിറങ്ങി. ജനം ചൊവ്വാഴ്ച വിധിയെഴുതും. അവസാന നിമിഷത്തിലും വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു മുന്നണികളും സ്ഥാനാർത്ഥികളും. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. ഇനിയുള്ള മണിക്കൂറുകളിൽ നിശബ്ദ പ്രചരണവുമായി വോട്ടുപിടുത്തം തുടരും. കോവിഡ് പശ്ചാത്തലത്തിൽ കൊട്ടിക്കലാശവും ബൈക്ക് റാലിയും നിരോധിച്ചെങ്കിലും പരസ്യപ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകൾ ആവേശത്തിമിർപ്പോടെയാണ് കടന്നുപോയത്. കൊട്ടിക്കലാശം ഇല്ലായിരുന്നെങ്കിലും റോഡ് ഷോകളാണ് അവസാന മണിക്കൂറിൽ പരസ്യപ്രചാരണത്തിന് കൊഴുപ്പേകിയത്. രാവിലെ മുതൽ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. വോട്ടർമാരുടെ വീടുകളിൽ കയറിയിറങ്ങിയും വ്യക്തിപരമായി കണ്ടും വോട്ടുറപ്പിക്കുകയായിരുന്നു സ്ഥാനാർത്ഥികൾ. 4-5 പേർ ചേർന്ന് സ്ക്വാഡുകളായി വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്യുന്ന രീതികൾ പഠിപ്പിക്കുകയും സ്ലിപ്പുകൾ നൽകിക്കൊണ്ടും പ്രവർത്തകർ സജീവമായിരുന്നു. പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ മണ്ഡലത്തിലെ പ്രമുഖരെ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. നിഷ്പക്ഷമായി ലഭിക്കുന്ന വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു സ്ഥാനാർത്ഥികൾ. ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 111 സ്ഥാനാർത്ഥികളും മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ 6 സ്ഥാനാർത്ഥികളുമാണ് ജനവിധി തേടുന്നത്. ആകെ 33,21,038 വോട്ടർമാർ വിധിയെഴുതും. രാവിലെ 7 മുതൽ രാത്രി 7 വരെയാണ് വോട്ടെടുപ്പ്. വൈകിട്ട് 6 മുതൽ 7 വരെ കോവിഡ് രോഗികൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമാണ്. ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ എന്നീ 3 നിയോജകമണ്ഡലങ്ങളിലെ വോട്ടിംഗ് സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയായി നിജപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡ് മാർഗരേഖകൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുക. ജില്ലയിൽ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, ഭിന്നശേഷിക്കാർ, കോവിഡ് രോഗബാധിതർ എന്നിവർ ഉൾപ്പെടുന്ന അബ്സെന്റീസ് വോട്ടേഴ്സ് വിഭാഗത്തിന്റെ തപാൽ വോട്ടിംഗ് പൂർത്തിയായി. തപാൽ വോട്ട് അനുവദിച്ച 28,190 പേരിൽ 27,110 പേർ തപാൽ വോട്ടിംഗ് സൗകര്യം പ്രയോജനപ്പെടുത്തി. 1080 പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള 22,440 പേരും, ഭിന്നശേഷി വിഭാഗത്തിൽ 4,598 പേരും, കോവിഡ് രോഗബാധിതരുടെ വിഭാഗത്തിൽ 72 പേരുമാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ജില്ലയിലാകെ 33,21,038 വോട്ടർമാരാണുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ വനിതകളാണ്. 16 നിയമസഭാ മണ്ഡലങ്ങളിലായി 16,64,017 വനിതാ വോട്ടർമാരാണുള്ളത്. 16,56,996 പുരുഷ വോട്ടർമാരും 25 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട്. തിരൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ. 2,29,458 വോട്ടർമാരാണ് തിരൂരിലുള്ളത്. വനിതാ വോട്ടർമാരും പുരുഷ വോട്ടർമാരും തിരൂരിൽ തന്നെയാണ് കൂടുതൽ. 1,16,691 വനിതാ വോട്ടർമാരും 1,12,759 പുരുഷ വോട്ടർമാരുമാണ് തിരൂരിലുള്ളത്. ഏറനാട് മണ്ഡലത്തിലാണ് ജില്ലയിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത്. 1,79,786 വോട്ടർമാരാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ ട്രാൻസ്ജെൻഡർമാർ വോട്ടുള്ളത് തിരൂരിലാണ്. 8 പേരാണുള്ളത്. നിലമ്പൂർ 6, തവനൂർ 5, വേങ്ങര, പൊന്നാനി മണ്ഡലങ്ങളിൽ 2 പേരും വീതം. ഏറനാട്, തിരൂരങ്ങാടി മണ്ഡലങ്ങളിൽ 1 വീതവുമാണ് ട്രാൻസ്ജെൻഡർ വോട്ടർമാർ. 16 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പ്രത്യേകം സജ്ജീകരിച്ച വിതരണ കേന്ദ്രങ്ങളിൽ നിന്നാണ് പോളിംഗ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ ബൂത്തുകളിലേക്ക് വിതരണം ചെയ്തു. തിരൂർ, താനൂർ, കോട്ടക്കൽ മണ്ഡലങ്ങളിലെ 921 ബൂത്തുകളിലേക്കുള്ള സാമഗ്രികളാണ് തിരൂർ SSM പോളിടെക്നിക്സിൽ ഒരുക്കിയത്. മൊട്ടുസൂചി, മെഴുകുതിരി, ബ്ലേഡ്, നൂൽ, അരക്ക് എന്നിവ മുതൽ വോട്ടിംഗ് മെഷീൻ വരെയുള്ള 100ഓളം വസ്തുക്കളാണ് ഓരോ കെട്ടിലും നിറച്ചത്. തിരൂർ, താനൂർ മണ്ഡലങ്ങളിലെ
മണ്ഡലത്തിലേക്കുള്ള കെട്ടുകൾ തിരൂർ SSM പോളിടെക്നിക്കിലും കോട്ടക്കൽ മണ്ഡലത്തിലേക്കുള്ള കെട്ടുകൾ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് വിതരണം ചെയ്തത്. രാവിലെ 8 മണിയോടുകൂടി കേന്ദ്രങ്ങൾ സജ്ജമായി. നിശബ്ദ പ്രചരണവും അവസാനിച്ചതോടെ ഇരട്ടി ആത്മവിശ്വാസത്തിലാണ് തവനൂരിൽ KT ജലീൽ. വിജയം റെക്കോർഡ് ഭൂരിപക്ഷത്തിലായിരിക്കുമെന്നും KT ജലീൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണവും അവസാനിച്ചതോടെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. തവനൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ KT ജലീൽ നിശബ്ദ പ്രചാരണ ദിവസം പുറത്തൂർ, മംഗലം, കാവിലക്കാട്, മറവഞ്ചേരി തുടങ്ങി വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ സന്ദർശനം നടത്തി. ഗായകൻ എടപ്പാൾ ബാപ്പുവിന്റെ വീട്ടിലും സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി. മണ്ഡലത്തിലുടനീളം LDF പ്രവർത്തകർ ആവേശത്തോടെയാണ് വീടുകൾ കയറി വോട്ടുകൾ ഉറപ്പുവരുത്തിയത്. തവനൂർ മണ്ഡലത്തിൽ ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് താൻ വിജയിക്കാൻ പോകുന്നതെന്നും മണ്ഡലത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും വികസനം എത്തിക്കാൻ കഴിഞ്ഞത് തന്നെയാണ് തന്റെ ആത്മവിശ്വാസം വർദ്ധിക്കാൻ കാരണമെന്നും KT ജലീൽ പറഞ്ഞു. സ്ഥാനാർത്ഥി രാവിലെ 9-ന് വളാഞ്ചേരി മൂച്ചിക്കൽ GMUP സ്കൂളിലെ 127-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തും. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. നിശബ്ദ പ്രചരണവും അവസാനിച്ചു. സ്ഥാനാർത്ഥികൾ ശുഭപ്രതീക്ഷയിൽ. വികസനമാണ് ജനം ആഗ്രഹിക്കുന്നതും ജനം തന്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുമെന്നും ഇടത് സ്ഥാനാർത്ഥി V. അബ്ദുറഹ്മാൻ. താനൂരിൽ ഒരിക്കൽ കൂടി മുന്നണി സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് തന്നെ. അതിന് പ്രധാന കാരണം കുറേ വർഷങ്ങളായി കാണാത്ത പല കാഴ്ചകളും അവർ കാണുകയാണ്. അതിനപ്പുറം വലിയ തോതിലുള്ള കളവ് പ്രചരിപ്പിക്കുക, അസത്യം പ്രചരിപ്പിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അസത്യം പ്രചരിപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ രീതി അതല്ല. ഉള്ള കാര്യങ്ങൾ സത്യമായി പറയുക, ഉള്ളത് ചെയ്തു അല്ലെങ്കിൽ ചെയ്തില്ല, അതാണ് എൻ്റെ സ്റ്റൈൽ. പക്ഷേ ഇന്ന് താനൂരിൽ കൊണ്ടുവന്ന പുതിയ പ്രവൃത്തികൾ ജനങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും ഒരു നാടിൻ്റെ ഭാവി നല്ല രീതിയിൽ പോകുന്നുവെന്ന് കണ്ടാൽ ജനം അവിടെ നിൽക്കും. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് നമ്മൾ അവർക്ക് നൽകിയിട്ടുള്ളത്. തീർച്ചയായും ജനങ്ങളുടെ സപ്പോർട്ടുണ്ട്. അവരെന്നെ ജയിപ്പിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. വിജയം ഉറപ്പാണെന്നും ജനങ്ങളിൽ നിന്നും തനിക്ക് കിട്ടിയ സ്വീകാര്യത അതാണ് തെളിയിക്കുന്നതെന്നും UDF സ്ഥാനാർത്ഥി PK ഫിറോസ്. വിജയത്തിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. 100% വിജയിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ ജനങ്ങൾ നൽകിയ പ്രതികരണം, ജനങ്ങൾ നൽകിയ പിന്തുണ, UDF പ്രവർത്തകരുടെ കഠിനാധ്വാനം, ഇതെല്ലാം കാണുമ്പോൾ വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം പോലില്ല. മികച്ച ഭൂരിപക്ഷത്തിന് നേരത്തെ പഞ്ചായത്ത് ഇലക്ഷനിലും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ലഭിച്ച ഭൂരിപക്ഷവും വിജയവും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. തീർച്ചയായിട്ടും എല്ലാ പഞ്ചായത്തിലും പര്യടനം നടത്തി. ഏതാണ്ട് 3 തവണ എന്ന് തന്നെ പറയാം, 3 ഘട്ടമായിട്ട് പര്യടനം നടത്താൻ സാധിച്ചിട്ടുണ്ട്. പരമാവധി വോട്ടർമാരെ നേരിൽ കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞ ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് തവണ ലഭിച്ചത്. എങ്കിലും പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക എന്ന ഒരു പരിശ്രമം ഒരു പരിധിവരെയെങ്കിലും നടത്തിയെടുക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. NDA ഇത്തവണ നില കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും ശക്തമായ മത്സരം തന്നെ കാഴ്ചവെക്കാനായെന്നും K. നാരായണ മാസ്റ്ററും പ്രതികരിച്ചു. അവസാന ലാപ്പിലെ സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക്. ഒരു സ്വീകാര്യത പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ടുണ്ട്. അത് BJPയുടെ സ്വാധീന മേഖലയിൽ അല്ലാത്ത സ്ഥലത്തു നിന്നാണ് സ്വീകാര്യത കൂടുതലായി കിട്ടുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവർ പലരും എന്നെ വിളിച്ചു വോട്ട് തരുന്നതാണ്, പക്ഷേ നമ്മുടെ ആരും വന്നിട്ടില്ല. കാരണം അവിടെ നമുക്ക് യൂണിറ്റ് ഇല്ലാത്ത സ്ഥലം പോലുമാണ്. എന്നിട്ട് അവിടെ വീണ്ടും ആളുകളെ മറ്റു സ്ഥലത്തു നിന്ന് എത്തിച്ചിട്ടുണ്ട്. നമ്മൾ വർക്ക് നോട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊതുവേ നല്ലൊരു സ്വീകാര്യത ഉണ്ട്. അത് ഈ നമ്പർ 1 അതിൻ്റെ ഈ ജനക്ഷേമ പദ്ധതികളുടെ ഗുണങ്ങൾ സാർവത്രികമായി എല്ലാവരും ജനക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായ എല്ലാവരും BJPക്ക് അനുകൂലമായി എന്നൊന്നല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് എതിർപ്പുകൾ കുറഞ്ഞു. നല്ലൊരു ശതമാനം, ഒരു ചെറിയ ശതമാനം ആളുകൾ വോട്ടും ചെയ്യും എന്നുള്ളൊരു പ്രതീതി ഉണ്ടായിട്ടുണ്ട്. ജില്ലയിൽ ആകെ 2100 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കി. പ്രശ്നബാധിതം എന്ന് കണ്ടെത്തിയ ബൂത്തുകളിലാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ 238 ബൂത്തുകളാണ് അതീവ പ്രശ്നബാധിത ബൂത്തുകളായി കണക്കാക്കിയിട്ടുള്ളത്. 70 ബൂത്തുകളിൽ വീഡിയോഗ്രാഫി സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്.
ജില്ലയിലെ 2100 ബൂത്തുകളിൽ പ്രശ്നസാധ്യത കണക്കിലെടുത്ത് വെബ്കാസ്റ്റിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ 238 ബൂത്തുകളാണ് അതീവ പ്രശ്നസാധ്യതാ ബൂത്തുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 70 പോളിംഗ് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തുന്നതിന് നെറ്റ്വർക്ക് സൗകര്യമില്ലാത്തതിനാൽ ഇവിടങ്ങളിൽ വീഡിയോഗ്രാഫി സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുന്ന 2100 പോളിംഗ് ബൂത്തുകളിൽ വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ തത്സമയം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ക്രമീകരിച്ചിട്ടുള്ള ഇലക്ഷൻ കൺട്രോൾ റൂമിൽ വീക്ഷിക്കാൻ സാധിക്കും. 238 പ്രശ്നബാധിത ബൂത്തുകളിൽ 149 പോളിംഗ് ബൂത്തുകൾ ക്രിട്ടിക്കൽ ബൂത്തുകളും 80 ബൂത്തുകൾ LWE ബൂത്തുകളും 9 പോളിംഗ് ബൂത്തുകൾ വൾണറബിൾ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ബൂത്തുകളുമാണ്. കേരള IT മിഷൻ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയാണ് വെബ്കാസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കെൽട്രോൺ സോഫ്റ്റ്വെയറും BSNL നെറ്റ്വർക്കും ഉപയോഗിച്ചാണ് വെബ്കാസ്റ്റിംഗ് ഒരുക്കിയിട്ടുള്ളത്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ തിങ്കളാഴ്ച മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലെ വോട്ടർമാരെ നേരിൽ കണ്ട ബന്ധുവീടുകളിലും സുഹൃത്ത് വീടുകളിലുമായിരുന്നു പ്രധാനമായും എത്തിയത്. രാവിലെ പൊന്മുണ്ടം ചെറിയമുണ്ടം പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ വോട്ടർമാരെ കണ്ടു. ഉച്ചയ്ക്ക് ശേഷം താനൂർ താനാളൂർ എന്നിവിടങ്ങളിലും വീടുകൾ സന്ദർശിച്ചു. 60 വർഷം കാണാത്ത വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് താനൂരിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. താനൂരിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ സാക്ഷികളാണെന്നും വീണ്ടും വിജയിപ്പിക്കുമെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തി കേരളത്തിലെ മികച്ച നിയോജക മണ്ഡലമായി താനൂരിനെ മാറ്റിത്തീർത്ത വി അബ്ദുറഹ്മാൻ വീണ്ടും വിജയിക്കുമെന്നും താനൂരിൽ LDF ഉറപ്പാണെന്നും നിയോജക മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ E ജയൻ പറഞ്ഞു. LDF പ്രവർത്തകർ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ സ്ക്വാഡ് പ്രവർത്തനത്തിൽ സജീവമായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി ജനങ്ങളിലെത്തിച്ചായിരുന്നു നിശബ്ദ പ്രചാരണം നടത്തിയത്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമടക്കം വി അബ്ദുറഹ്മാന്റെ വിജയത്തിനു വേണ്ടി സജീവമായി രംഗത്തുണ്ട്. ഫിറോസ് കുന്നംപറമ്പിലിനെ വധിക്കുമെന്ന ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് UDF തവനൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കാസർഗോഡ് മധുർ സ്വദേശിയാണ് ഫിറോസിനെ വധിക്കുമെന്ന ഭീഷണിപ്പെടുത്തി ഫോൺ വിളിച്ചത്. ഇക്കാര്യത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വിദേശത്തുള്ള ഒരാളുടെ നമ്പറിലേക്ക് വിളിച്ച് കാസർഗോഡ് മധൂർ സ്വദേശി ഹൈദർ എന്നയാൾ ഫിറോസ് കുന്നംപറമ്പിലിനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. MLA ആയാലും ഇല്ലെങ്കിലും ഫിറോസിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുമെന്നും കൊലപ്പെടുത്തുമെന്നുമായിരുന്നു ഭീഷണി സന്ദേശം. ഇത്തരത്തിലുള്ള സുഗമമായി തെരഞ്ഞെടുപ്പ് നേരിടുന്നതിനെ തടയുന്ന പ്രവർത്തനങ്ങൾ തടയണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് UDF തവനൂർ മണ്ഡലം കമ്മിറ്റി പരാതി നൽകിയിട്ടുള്ളത്. വധഭീഷണി മുഴക്കിയുള്ള സന്ദേശത്തിനെതിരെ സമഗ്രമായ അന്വേഷണം നടത്തുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നും UDF തവനൂർ മണ്ഡലം കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഫോൺ സന്ദേശം റെക്കോർഡ് ചെയ്തതിന്റെ ശബ്ദരേഖയും ഉൾപ്പെടെയാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ CPM നേതാക്കൾ നിലപാട് വ്യക്തമാക്കണമെന്നും പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. കാരണം ജനങ്ങൾക്ക് സുതാര്യമായി അവരുടെ വോട്ടവകാശം വിനിയോഗിക്കേണ്ടതിന് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ്. ജയിച്ച് MLA ആയാൽ പോലും ഞാൻ വെറുതെ വിടില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ CPM-ന്റെ നേതൃത്വത്തിലുള്ള അക്രമങ്ങൾ നമുക്കറിയാം. പക്ഷേ ഇതിൽ ഈ സംഭവത്തിൽ CPM-ന് പങ്കുണ്ടോ, CPM ഇതിന് നേതൃത്വം കൊടുക്കുന്നുണ്ടോ എന്നറിയാൻ ഈ നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾക്ക് അറിയാൻ സ്ഥാനാർത്ഥിക്ക് സ്വൈരമായി ബൂത്തുകളിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥ. CPM പുറമേ നിന്ന് കുറേ ഗുണ്ടകളെ ഇറക്കി ആ ഗുണ്ടകൾ സ്ഥാനാർത്ഥിയെ ആക്രമിക്കുകയില്ലേ കൊല്ലുമെന്നുള്ളൊരു ഭീഷണി ഇന്നലെ വൈകിട്ട് ടെലിഫോണിലൂടെ വന്നാൽ അതൊരു മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ജയിച്ചാൽ പോലും അദ്ദേഹത്തെ കൊല്ലുമെന്നാണ് പറയുന്നത്. അപ്പോൾ ജയിക്കുമെന്നുള്ള ഒരു ഭീതി പൂണ്ടുകൊണ്ട് KT ജലീലും അദ്ദേഹത്തിൻ്റെ കുറേ ഗുണ്ടകളും കൂടി ഫിറോസ് കുന്നംപറമ്പിലിനെ വേട്ടയാടി കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു പരാതി കൊടുത്തിട്ടും പോലീസ് നടപടി എടുക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇങ്ങനൊരു പ്രസ് മീറ്റ് സംഘടിപ്പിച്ചത്. നേരത്തെ നിരന്തരം സൈബർ ആക്രമണം നടത്തി പരാജയപ്പെട്ടപ്പോൾ പ്രചാരണ വാഹനം അടിച്ചു തകർത്തതായും നേതാക്കൾ ആരോപിച്ചു. ഇതിനു പിന്നാലെയാണ് ഫോൺ ഭീഷണിയെന്നും നേതാക്കൾ വ്യക്തമാക്കി. UDF ജില്ലാ ചെയർമാൻ PT അജയ് മോഹൻ, UDF തവനൂർ മണ്ഡലം ചെയർമാൻ ഇബ്രാഹിം മുതൂർ, കൺവീനർ സുരേഷ് പൊൽപ്പാക്കര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അവസാനവട്ട വോട്ടർപ്പെക്കലിന്റെ ഭാഗമായി തിരൂർ നഗരത്തിലെ കടകളിലും സ്ഥാപനങ്ങളിലും കയറി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചാണ് തിരൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഗഫൂർ പിലീലിസ് പ്രവർത്തനം പൂർത്തിയാക്കിയത്. തിങ്കളാഴ്ച രാവിലെ തിരൂർ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ കയറി വോട്ടഭ്യർത്ഥന നടത്തി. വൈകിട്ട് തിരൂർ നഗരസഭ വെസ്റ്റ് മേഖലയിലാണ് നിശബ്ദ പ്രചരണം നടത്തിയത്. സിറ്റി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച കടകളിലെ സന്ദർശനം താഴെപ്പാലം കറങ്ങി സിറ്റി ജംഗ്ഷനിൽ അവസാനിച്ചു. തിരൂർ ഇത്തവണ ജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം ഗഫൂർ പിലീലിസ് മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചു. തിരൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കാൻ പോവുകയാണ്. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും തിരൂരിൽ ദൃശ്യമാണ്. തിരൂരിലെ എല്ലാ പഞ്ചായത്തുകളിലും മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി തിരൂരിൽ വിജയിക്കുകയാണ്. ആ വിജയം സുനിശ്ചിതമായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രതികരണങ്ങൾ എല്ലായിടത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഭയപ്പെട്ടുകൊണ്ടാണ് പാവപ്പെട്ട മനുഷ്യർ കൊടുക്കേണ്ട പെൻഷൻ ലീഗ് ഭരിക്കുന്ന ബാങ്കുകളെല്ലാം തന്നെ പാവപ്പെട്ട മനുഷ്യന് പെൻഷൻ കൊടുക്കാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പാവപ്പെട്ട മനുഷ്യർക്ക് സർക്കാർ കേരളത്തിലെ ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ തുക തടഞ്ഞു വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി പാവപ്പെട്ട മനുഷ്യന് കിട്ടുന്ന പെൻഷൻ പോലും തിരൂരിലെ പ്രധാനപ്പെട്ട ലീഗ് ഭരിക്കുന്ന ബാങ്കുകളെല്ലാം തന്നെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇത് മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനമാണ്. തെരഞ്ഞെടുപ്പിൽ വിജയം വരിക്കുന്നതിന് വേണ്ടി ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളല്ല സ്വീകരിക്കേണ്ടത്. ഇത് ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളാണ്. അത് തടസ്സപ്പെടുത്തിക്കൊണ്ടല്ല തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനം നടത്തേണ്ടത്. ഇതിനെതിരായിക്കൊണ്ട് വലിയ പ്രതികരണം വരും. പാവപ്പെട്ട മനുഷ്യർ അത് കിട്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ടതുണ്ട്. പാവപ്പെട്ട അമ്മമാർ, സഹോദരന്മാർ, മരുന്ന് വാങ്ങാൻ വിഷമിക്കുന്ന ആളുകളെ പോലും ഇന്ന് ഞാൻ കണ്ടു. അപ്പോൾ അവരുടെയൊക്കെ പരാതി എന്താ? എല്ലാ ബാങ്കുകളുമില്ല, എന്നാൽ മറ്റുള്ള ബാങ്കുകളൊക്കെ കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. ഇത് നിർബന്ധപൂർവ്വം ബോധപൂർവ്വം ഈ പാവപ്പെട്ട മനുഷ്യർക്കുള്ള പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനെതിരായിക്കൊണ്ട് വലിയ പ്രതിഷേധം ഈ പാവപ്പെട്ട മനുഷ്യർക്കുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ UDF-നെതിരായിക്കൊണ്ട് അത് ജനങ്ങൾക്ക് അറിയാം. സ്ഥാനാർത്ഥിയുടെ നഗരസന്ദർശനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഫിറോസ് ബാബു, PP ലക്ഷ്മണൻ, T ദിനേഷ് കുമാർ, നഗരസഭാ കൗൺസിലർ K അനിത, NK തങ്കം, മുൻ നഗരസഭാ ചെയർമാൻ K ഭാവ, അഡ്വക്കേറ്റ് V ചന്ദ്രശേഖരൻ, അഡ്വക്കേറ്റ് വിക്രം കുമാർ എന്നിവർ നേതൃത്വം നൽകി. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. നന്നബ്ര കാളംതിരുത്തി ബദൽ വിദ്യാലയം അടച്ചുപൂട്ടാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടു. 10 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന അധ്യാപകരെ സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവിലാണ് ബദൽ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. ഫെബ്രുവരി 12-ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഉത്തരവിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നന്നമ്പ്ര പഞ്ചായത്തിലെ കാളംതിരുത്തി ബദൽ വിദ്യാലയം ഉൾപ്പെടെ അടച്ചുപൂട്ടാൻ ഫെബ്രുവരി 12-നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയത്. 10 വർഷത്തിലധികമായി ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരെ സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവിലാണ് ബദൽ വിദ്യാലയത്തിലെ കുട്ടികളെ മറ്റു സ്ഥാപനങ്ങളിലേക്ക് മാറ്റിച്ചേർക്കാൻ സർക്കാർ നിർദ്ദേശം വന്നിരിക്കുന്നത്. കാളംതിരുത്തിയിലെ ബദൽ വിദ്യാലയത്തിൽ പഠിക്കുന്ന 84 വിദ്യാർത്ഥികളെ 4 കിലോമീറ്റർ അപ്പുറത്തുള്ള കടവാളൂർ AM-LP സ്കൂളിലേക്ക് മാറ്റിച്ചേർക്കാനാണ് നിർദ്ദേശം. 84ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളെ അടുത്തുള്ള കടുവള്ളൂർ സ്കൂളിലേക്ക് AM-LP സ്കൂളിലേക്ക് മാറ്റി ചേർക്കാനാണ് നിർദ്ദേശം വന്നിട്ടുള്ളത്. ഏകദേശം 4 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്കൂളാണിത്. PK അബ്ദുൾ റബ്ബി MLA വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് 5ാം ക്ലാസ് വരെയുള്ള LP സ്കൂളാക്കി ഇത് ഉയർത്തിയിരുന്നെങ്കിലും അത് നടപ്പിലാക്കാൻ ഈ സർക്കാർ തുനിഞ്ഞിരുന്നില്ല. അടുത്ത അധ്യയന വർഷത്തിലെങ്കിലും ഈ സ്ഥാപനം LP സ്കൂളാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാർ. സ്കൂളിനായി 1 ഏക്കർ ഭൂമിയും കെട്ടിടവും ലഭ്യമാക്കിയിരുന്നു. LP സ്കൂളാകുന്നതും കാത്തിരുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും വലിയ രീതിയിൽ ബാധിക്കുന്നതാണ് സർക്കാരിന്റെ ഈ തീരുമാനം. ബദൽ വിദ്യാലയം അടച്ചുപൂട്ടാനുള്ള നടപടിയിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്ന് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് ബന്ധപ്പെട്ടവർക്ക് യൂത്ത് ലീഗ് പരാതി നൽകിയിട്ടുമുണ്ട്. തീർച്ചയായും ആ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസത്തെ തന്നെ തുരങ്കം വെക്കുന്ന നിലപാടാണ് സർക്കാരിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല, ഒരിക്കലും അംഗീകരിക്കുകയുമില്ല. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകും. സർക്കാരിന്റെ ഈ ഉത്തരവിനെതിരെ നാട്ടുകാരും ജനകീയ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. പാർട്ടി ഓഫീസ് പോലെ പച്ച പുതച്ചിരിക്കുകയാണ് ക്ലാരിയിലെ മുഹമ്മദ് അലിയുടെ വീട്. വീടാണോ ലീഗ് ഓഫീസാണോ എന്ന് ആർക്കും സംശയം തോന്നിപ്പോവും ഒറ്റനോട്ടത്തിൽ മുഹമ്മദ് അലിയുടെ വീട് കണ്ടാൽ. സിമന്റിൽ മൺപ്ലേറ്റ് കഷ്ണങ്ങളാക്കി കോണിച്ചിഹ്നവും കുത്തിവെച്ചിട്ടുണ്ട്. ചുമരും വീടിന്റെ ഭിത്തിയും മേൽക്കരയും അടക്കം മൊത്തം പച്ച നിറമാണ്. ക്ലാരിയിലെ പൂഴിക്കൽ മുഹമ്മദ് അലിയുടെ വീടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നിറത്തിന്റെ ശോഭയിൽ ശ്രദ്ധേയമാവുന്നത്. പിതാവിന്റെ മരണശേഷമാണ് മുഹമ്മദ് അലി സ്വന്തം വീട് വെച്ചത്. 30 വർഷത്തോളമായി വീടിന്റെ മതിലിൽ സിമന്റിന്റെ കഷ്ണങ്ങളാക്കി കോണിച്ചിഹ്നം കൊത്തിവെക്കാൻ തുടങ്ങിയിട്ട് 20 വർഷത്തോളമായി വീട് പച്ചക്കളർ അടിക്കുന്നു. വീടിന്റെ കിണർ, ബാത്റൂം, നിലം, ഇന്റർലോക്ക് പതിച്ച ഇടം, ഗേറ്റ്, ഓട് തുടങ്ങി എല്ലാത്തിനും പച്ച കളറാണ്. 2 വർഷം കൂടുമ്പോഴാണ് പെയിന്റ് അടിക്കുക. മുസ്ലിം ലീഗിനോടുള്ള സ്നേഹവും പാണക്കാട് തങ്ങൾ കുടുംബത്തോടുള്ള ആദരവുമാണ് മുഹമ്മദ് അലിയുടെ തീരുമാനത്തിന് പിന്നിലുള്ളത്. 30 വർഷത്തോളം ഖത്തറിൽ ജോലി ചെയ്തിരുന്ന മുഹമ്മദ് അലിക്ക് 4 വർഷം മുമ്പാണ് പ്രവാസി ജീവിതം അവസാനിപ്പിച്ചത്. KMCC പ്രവർത്തകനായിരുന്നു ഇദ്ദേഹത്തിന്റെ പിതാവ്. അദ്ദേഹം 25 വർഷത്തോളം എടരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. മുഹമ്മദ് അലിയുടെ സഹോദരൻ നാസർ നിലവിൽ എടരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റാണ്. പാർട്ടിയുടെ ഒരു പരിപാടിയിൽ പോലും പങ്കെടുക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ലാത്ത മുഹമ്മദ് അലി പക്ഷേ പാർട്ടി ഒരു വികാരമാണ് അദ്ദേഹത്തിന്. കോഴിച്ചന LP സ്കൂളിലെ മാനേജറാണ് ഇദ്ദേഹം. വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷമാകുമ്പോൾ നിർബന്ധമായും പെയിൻ്റ് അടിക്കൽ സാധാരണയാണ്. പക്ഷേ എല്ലാ മേഖലയിലും ഓടും മതിലും പരിസരവും ഒക്കെ പച്ചയായിട്ട് പ്രകൃതിയെ സ്നേഹിക്കുന്നത് പോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് പാണക്കാട് സയ്യിദ് കുടുംബത്തിൻ്റെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ടും പ്രവർത്തിച്ചു വരികയാണ്.
തിരക്കഥാകൃത്തും നടനുമായ പി ബാലചന്ദ്രൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. നാടക ചലച്ചിത്ര മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു. അടുത്തിടെ പുറത്തിറങ്ങിയ വണ്ണാണ് അവസാന ചിത്രം. നാടകകൃത്തായും ചലച്ചിത്ര നടനായും തിരക്കഥാകൃത്തായും സംവിധായകനുമായുമെല്ലാം നാടക ചലച്ചിത്ര മേഖലയുടെ ജീവനാഡിയായി പ്രവർത്തിച്ചിരുന്ന പി ബാലചന്ദ്രനും ഒടുവിൽ കാലയവനിക്കുള്ളിൽ മറഞ്ഞു. ഏറെ നാളായി മസ്തിഷ്ക ജ്വരത്തിന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. തിങ്കളാഴ്ച പുലർച്ചെ മരണത്തിന് കീഴടങ്ങി. 69 വയസ്സായിരുന്നു. 8 മാസമായി മസ്തിഷ്ക ജ്വരത്തിന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഏറെ നാൾ നാടകരംഗത്തും സിനിമാ തിരക്കഥാരംഗത്തും പ്രവർത്തിച്ച അദ്ദേഹം ഇവൻ മേഘരൂപൻ എന്ന സിനിമയിലൂടെയാണ് ചലച്ചിത്ര സംവിധായകനായത്. ഉള്ളടക്കം, അങ്കിൾ വൺ, പവിത്രം, തച്ചോളി വർഗീസ്, ചേകവർ, അഗ്നിദേവൻ, വേണു നാഗവള്ളിയുമൊത്ത മാനസം, പുനരധിവാസം, പോലീസ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് തിരക്കഥയും സംഭാഷണവും എഴുതിയതും പി ബാലചന്ദ്രനായിരുന്നു. ശാസ്താംകോട്ട സ്വദേശിയായ പി ബാലചന്ദ്രൻ പാവം ഉസ്മാൻ എന്ന നാടകത്തിലൂടെയാണ് നാടകരംഗത്ത് ശ്രദ്ധേയനാവുന്നത്. MG സർവകലാശാലയിൽ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് അധ്യാപകനായും അദ്ദേഹം പ്രവർത്തിച്ചു. ഏകാഗി, ലഘോ, തിയേറ്റർ തെറാപ്പി, മധ്യവേനൽ, പ്രണയരാവ, ഗുഡ് വുമൺ ഓഫ് സെറ്റ് എന്നീ നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും 1989 മികച്ച നാടകരചനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡും കരസ്ഥമാക്കി. വക്കാലത്ത് നാരായണൻകുട്ടി, ശേഷം, പുനരധിവാസം, ശിവം, ജലമർമരം, ട്രാവൻഡ്രം ലോഡ്ജ് തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. കേരള സംസ്ഥാന പ്രൊഫഷണൽ നാടക അവാർഡ് 1989 നേടി. പ്രതിരൂപങ്ങൾ എന്ന നാടകരചനയ്ക്കായിരുന്നു അത്. പുനരധിവാസം എന്ന ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് 1999 കേരള ചലച്ചിത്ര അക്കാദമി അവാർഡ് നേടി. മികച്ച നാടകരചനയ്ക്കുള്ള 2009 കേരള സംഗീത നാടക അക്കാദമി അവാർഡും പി ബാലചന്ദ്രനായിരുന്നു. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ പത്മനാഭപിള്ളയുടെയും സരസ്വതിബായിയുടെയും മകനായി ജനനം. മലയാളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരൻ, സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ്, ചലച്ചിത്ര കഥാകൃത്ത് എന്ന നിലയിൽ ശ്രദ്ധേയനാണ്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് കണക്കുകൾ വർദ്ധിച്ചു. 2357 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 40,191 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5.86 ആണ്. സംസ്ഥാനത്ത് ഇന്ന് 2357 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കോഴിക്കോട് 360, എറണാകുളം 316, തിരുവനന്തപുരം 249, കണ്ണൂർ 240, മലപ്പുറം 193, തൃശൂർ 176, കോട്ടയം 164, കാസർഗോഡ് 144, കൊല്ലം 142, പാലക്കാട് 113, ആലപ്പുഴ 110, ഇടുക്കി 66, പത്തനംതിട്ട 45, വയനാട് 39 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 40,191 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5.86 ആണ്. ജില്ലയിൽ COVID-19 സ്ഥിരീകരിച്ചത് 193 പേർക്ക്. ഇന്ന് രോഗമുക്തരായവർ 208. ഇതുവരെ ജില്ലയിൽ രോഗമുക്തരായവർ 1,22,046. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരായവർ 184. ഉറവിടമറിയാതെ രോഗബാധിതരായവർ 5. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ 2 പേർക്കും ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ 2 പേർക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവർ 1734. കോവിഡ് പ്രത്യേക ആശുപത്രികളിൽ 112, കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 71, കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 61. ആകെ നിരീക്ഷണത്തിലുള്ളവർ 18,050. കോവിഡ് ബാധിച്ച് ഇതുവരെ ജില്ലയിൽ മരിച്ചവർ 610. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരവങ്ങൾക്കും നിശബ്ദ പ്രചാരണങ്ങൾക്കും ഒടുവിൽ ജനം വിധിയെഴുത്തിനായി പോളിംഗ് ബൂത്തിലേക്ക്. വിജയപ്രതീക്ഷയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. അവസാന വോട്ടും ഉറപ്പിക്കാനോടി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും. വികസനം ആഗ്രഹിക്കുന്ന ജനം തന്നെ പിന്തുണയ്ക്കുമെന്ന് താനൂരിലെ ഇടത് സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ. വിജയം ഉറപ്പാണെന്നും ജനങ്ങളുടെ സ്വീകാര്യത അതാണ് തെളിയിക്കുന്നതെന്നും UDF സ്ഥാനാർത്ഥി PK ഫിറോസ്. NDA ഇത്തവണ നില കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും കെ നാരായണ മാസ്റ്റർ. കാളംതിരുത്തി ബദൽ വിദ്യാലയം അടച്ചുപൂട്ടാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടു. 10 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന അധ്യാപകരെ സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവിലാണ് ബദൽ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. ഫിറോസ് കുന്നംപറമ്പിലിനെ വധിക്കുമെന്ന ഫോണിൽ ഭീഷണി സന്ദേശം. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് UDF തവനൂർ മണ്ഡലം കമ്മിറ്റി. ഭീഷണി മുഴക്കിയത് കാസർഗോഡ് മധൂർ സ്വദേശി ഹൈദർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ആശങ്കയേറ്റി വീണ്ടും ഉയർന്ന കോവിഡ് കണക്കുകൾ. 2357 പുതിയ രോഗികൾ. 24 മണിക്കൂറിനിടെ 40,191 സാമ്പിളുകൾ പരിശോധിച്ചു. 1866 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ 193 പേർക്ക് രോഗം. 208 പേർക്ക് രോഗമുക്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.